ഹായ്, ഞാൻ ബിജു ബ്ലോഗർ വെള്ളറട. വീണ്ടും ദുഃഖകരമായൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഒരു ന്യൂസ് കണ്ടു. യൂട്യൂബറുടെ ഒരു വിഷമമുള്ള ഒരു വീഡിയോ ആണ്. പുള്ളിക്കാരൻ്റെ സ്ഥാപനത്തിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് റെയ്ഡ് ചെയ്തു. മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞത് കൊണ്ടാണ് തെറ്റിദ്ധാരണ. മുഖ്യമന്ത്രിക്ക് തലപൊക്കി നടക്കാൻ പറ്റുന്നില്ല, മുണ്ട് മൂടിയേ നടക്കാൻ പറ്റത്തുള്ളൂ. കാരണം ആ സംഭവത്തിൽ ഇവരുടെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പും ഒക്കെ എടുത്തുകൊണ്ടുപോയ നല്ലവരായ പോലീസുകാരോട് എനിക്കത് പറയാനുള്ളത്, നിൻ്റെയൊക്കെ കുടുംബങ്ങളെ എന്തോ വലുതൊന്നും വരാതിരിക്കുന്നു. ആ പാവത്തിന് ഇത്രത്തോളം ബുദ്ധിമുട്ടിച്ച് അവൻ്റെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും എല്ലാം എടുത്തുകൊണ്ട് പോയി അവനെ വഴിയാതരാക്കിയ നിൻ്റെയൊക്കെ കുടുംബങ്ങളിൽ എന്തോ വലുതെന്ന് വരാതിരിക്കുന്നു. ദൈവസാക്ഷിയായി അത് ഉടനെ സംഭവിക്കും. ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന മുഖ്യമന്ത്രി സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എടുത്തല്ല. സാധാരണക്കാർ പെട്രോൾ അടിക്കുകയും സാധാരണക്കാർ ദൂരയിൽ നിന്ന് മദ്യം വാങ്ങിക്കുകയും ലോട്ടറിയിലൂടെ സാധാരണക്കാർ എടുത്ത് കീറിക്കളയുന്ന ലോട്ടറി ടിക്കറ്റിലൂടെയും ടാക്സായും സെക്സായും കിട്ടുന്ന പണം കൊണ്ടാണ് സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നത്. അത് തന്നെയും ഇപ്പം ക്ലിയറായിട്ട് കിട്ടിത്തുടങ്ങി. കാരണം ഇനി മൂന്നാം ഭരണം കയ്യിൽ പിടിക്കണമല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ എല്ലാം വിചാരിക്കുമ്പോഴും നടക്കില്ല. എല്ലാം ക്ലിയറായിട്ട് ഇത് കൊടുത്താലേ എല്ലാം ശരിയാവത്തുള്ളൂ. എന്നാലും ശരിയാവില്ല. എനിക്ക് വളരെ വിഷമമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. പക്ഷേ ഈ ഞാൻ എടുത്ത യൂട്യൂബ് വീഡിയോ കാണുന്നവർ എന്നെ വിളിച്ച് ഇതിൻ്റെ ഇത് പറയുക. എൻ്റെ നമ്പർ 95 47 10 25 47. വെള്ളറടയിലാണ് എൻ്റെ വീട്. ഞാൻ ലോട്ടറി കടയാണ്. ഞാൻ വ്യാജ ലോട്ടറി അടിച്ചു വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുവാണ് ചെയ്യുക? പക്ഷേ ഇപ്പോൾ ലോട്ടറിയുടെ അട്ടിമറി. മുമ്പോട്ടുള്ള പ്രൈസുകളെല്ലാം എടുത്ത് കളഞ്ഞ് ഇപ്പോൾ തന്നെ ഭിന്നമാക്കിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി.